ഹേ എവ്രിവൺ, എന്തൊക്കെയാണ് വിശേഷം? വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളെ കോണ്ടന്റിൽ കരിയറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, AI കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഫ്രീലാൻസിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ ആസ്പെക്റ്റിലൊക്കെ ഉണ്ടെങ്കിലും ഫിറ്റ്നസ്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് ഫിറ്റ്നസ്. അപ്പോൾ ഉറപ്പായിട്ടും അൾട്ടിമേറ്റ് വാല്യൂ എപ്പോഴത്തെയും പോലെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ടെക്നിക്കലി ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 26 ദാറ്റ് ഇസ് 26 പുലർച്ചെക്കാണ്. നോമ്പൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. എന്നാൽ ഫെബ്രുവരിയിൽ ഞാൻ ടോട്ടൽ 10 റൺസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. 3 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 4, 2, 3, 3 ഇങ്ങനെയൊക്കെ ഫെബ്രുവരി ഞാൻ ടോട്ടൽ 10 തവണയാണ് ഓടിയിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നവംബറാണ് കാണാൻ വേണ്ടി പറ്റുക. ഞാൻ വാച്ചിലാണ് ഇത് ട്രാക്ക് ചെയ്യണത്. അതിൻ്റെ ഇടയ്ക്ക് വാച്ച് ഒന്ന് സർവീസിന് കൊടുത്ത സമയത്ത് ആ ടൈം ലൈനിൽ എനിക്ക് വാച്ചിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ബട്ട് ഫെബ്രുവരിയിൽ ഞാൻ ടോട്ടൽ 10 റണ്ണാണ് എടുത്തിട്ടുള്ളത്. വിച്ച് മീൻസ് വീക്ക്ലി 2-3 ടൈംസ് ഞാൻ എന്തായാലും ഓടിയിട്ടുണ്ട് ഓരോ ആഴ്ചയിലും. നിങ്ങൾക്കിത് ആക്ച്വലി എങ്ങനെ ചെയ്യാമെന്നുള്ളതിലൊരു ക്ലിയർ കട്ട് ക്ലാരിറ്റി പ്ലേ ബുക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണം. എപ്പോഴത്തെയും പോലെ വെറുതെ തിയറി അങ്ങ് പറഞ്ഞു തരിക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഞാൻ ആക്ച്വലി പ്രാക്ടിക്കലി കാണിച്ചു തന്നു. ഇനി ഞാൻ ഈ വീഡിയോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തന്നെ ഞാൻ എപ്പോൾ തുടങ്ങി, എങ്ങനെ തുടങ്ങി, അവിടെ നിന്ന് എനിക്ക് ഇപ്പോൾ എങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ഓടാൻ വേണ്ടി പറ്റുന്നു, ഞാൻ മുമ്പോട്ടേക്ക് ഇനി എങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുക എന്നുള്ള പെർസ്പെക്റ്റീവ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ആക്ച്വലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ വൈസ് വളരെ വൃത്തിയായിട്ട് സ്ട്രക്ചർ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. നോട്ട്സ് ആവശ്യമാണെങ്കിൽ എടുക്കുക. നാളെ തന്നെ അല്ല, ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമുക്കൊരു പ്ലേ ബുക്ക് വർക്കൗട്ട് ചെയ്താലോ? സൂപ്പർ എക്സൈറ്റഡ്. കൂടുതൽ സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ വീഡിയോയിൽ മുമ്പോട്ടേക്ക് പോകുന്നതിന് മുമ്പ് മേക്ക് ഷുവർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ആ റൺ എന്നുള്ള ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് റെഡി ആണെങ്കിൽ കോമെൻറ്റ്സിലും ഉറപ്പായിട്ട് അറിയിക്കുക. ഈ വീഡിയോ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്ത് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇടാം, ഓർ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇടാം. മുമ്പോട്ടേക്ക് പോവാം. ചാപ്റ്റർ നമ്പർ 1. ഇത് ആക്ച്വലി ഒരു മസിലാണ്. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോലെ ആദ്യം ജിമ്മിൽ പോവും, ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നിർത്തിയിട്ടുണ്ടാവും. പിന്നെയും ജിമ്മിൽ പോകുന്നു, പിന്നെയും പോകുന്നു, പിന്നെയും പോകുന്നു. അങ്ങനെ പോയി 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 പിന്നെ ജിം അതൊരു മസില് പോലെ ആക്കും. പിന്നീട് അങ്ങോട്ട് പോകുന്ന വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. ഇത്തരം ഒരു മസിലാണ് ആക്ച്വലി റണ്ണിങ് എന്നുള്ളതും. ദാറ്റ് ഈസ് നിങ്ങൾ പോകുന്നു, വീണ്ടും ട്രെയിൻ ചെയ്യുന്നു, ചിലപ്പോൾ നിർത്തുന്നു, പിന്നെ അഗെയിൻ തിരിച്ചു പോകുന്നു. അങ്ങനെ ട്രെയിൻ ചെയ്ത് വരുന്നൊരു മസിലാണ്. ചിലർക്കത് പെട്ടെന്ന് ക്രിയേറ്റ് ആകും. ചില ആൾക്കാർ ജിമ്മിൽ പോയിട്ട് പിന്നെ അങ്ങ് കൺസിസ്റ്റൻ്റ്ലി പോകും. അത് അവരുടെ പ്രീവിയസ് ആ ഫിറ്റ്നസ് ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ടായിരിക്കും. ചില ആൾക്കാർക്ക് വളരെയധികം സമയം എടുക്കും. ദാറ്റ് ഈസ് പല തവണ ശ്രമിച്ച് തിരിച്ചു പോയി ആയിരിക്കും അതിൽ കൺസിസ്റ്റൻസി കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓരോ ആളുകൾക്കനുസരിച്ചും ചേഞ്ചസ് ഉണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് അൾട്ടിമേറ്റ്ലി ഒരു മസിലാണ്. ആ മസിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കണം നിങ്ങൾ ഇതിനെടുക്കേണ്ടത്. ഡൺ. ചാപ്റ്റർ നമ്പർ 2 സ്റ്റാർട്ട്. ഞാൻ കൊച്ചിയിലുള്ള സമയത്താണ് കാര്യമായും റണ്ണിനെ സീരിയസ് ആയിട്ട് എടുക്കണം. അതിന് മുമ്പ് എപ്പോഴെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓടാറുണ്ടായിരുന്നു. എന്നാൽ അറൗണ്ട് ഒരു 2 years ബാക്ക് ഞാൻ കൊച്ചിയിലുള്ള സമയത്താണ്, 2 years ബാക്ക് 1.5 years ബാക്കാണ് ഞാൻ കൊച്ചിയിലുള്ള സമയത്താണ് ശരിക്കും റണ്ണ് സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 500 മീറ്റർ ഒക്കെ ആയിരിക്കും എവ്രി ഡേ. ദാറ്റ് ഈസ് ഞാൻ വർക്കൗട്ട് ചെയ്യായിരുന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 500 മീറ്ററൊക്കെയാണ് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അവിടെയായിരുന്നു ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. അങ്ങനെ 500 മീറ്ററിലാണ് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 50 കിലോമീറ്റർ ഒക്കെ ഓടുന്ന ആൾക്കാരെ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. 500 മീറ്ററിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് 1/2 കിലോമീറ്റർ. നിങ്ങൾ 250 മീറ്റർ അങ്ങോട്ടേക്ക് പോവുക, 250 മീറ്റർ ഇങ്ങോട്ടേക്ക് വരിക. എങ്ങനെ നിങ്ങളിത് ട്രാക്ക് ചെയ്യും? സ്ട്രാവ എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റൻസും മറ്റു കാര്യങ്ങളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അങ്ങനെ ആ 500 മീറ്റർ അങ്ങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ ക്വിക്കല്ലേ? സാധാരണ ഞാൻ ഈ ഓരോ ചാപ്റ്റേഴ്സ് പറയുമ്പോൾ കുറച്ച് നീണ്ടു പോലുണ്ട്. പക്ഷേ 2 ചാപ്റ്റർ ആക്ച്വലി കഴിഞ്ഞ്. ചാപ്റ്റർ നമ്പർ 3
ആ 500 മീറ്ററിൽ തന്നെ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുവരാം. നിങ്ങൾ ഏതെങ്കിലും ഒരു റിമൈൻഡർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക. വീക്ക്ലി 3 ടൈംസ് ഓടുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. നിങ്ങൾ തീരുമാനിക്കുക ഏതൊക്കെ ദിവസങ്ങൾ ഓടണം. ലെറ്റ്സ് സേ എവറി മൺഡേ റിമൈൻഡർ വരണം, എവറി വെനസ്ഡേ റിമൈൻഡർ വരണം, എവറി ഫ്രൈഡേ റിമൈൻഡർ വരണം. ഈ 3 ഡേയ്സാണ് ഫിക്സ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കറക്റ്റായിട്ട് റിമൈൻഡേഴ്സ് വരുന്നത്. ദാറ്റ് ഈസ് മോർണിംഗ് ആൻഡ് നിങ്ങൾക്ക് റിമൈൻഡർ വരുന്നു, ദാറ്റ് ഈസ് ഇന്ന് ഒരു റൺ ഡേ ആണ് എന്നുള്ള റിമൈൻഡർ വരുന്നു. ഞാൻ അഗെയിൻ പറയുന്നു, ഞാൻ ചെയ്ത കാര്യങ്ങൾ വെച്ച് മാപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ആ മസിലാണ് എന്നുള്ളത് മനസ്സിലാക്കി. രണ്ടാമതായിട്ട് നിങ്ങൾ 500 മീറ്റർ ഓടാം എന്നുള്ളത് തീരുമാനിച്ചു. സ്ട്രാവ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. 250 മീറ്റർ അങ്ങോട്ടേക്ക് 250 മീറ്റർ ഇങ്ങോട്ടേക്ക് ഓടിയിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. മൂന്നാമതായി നിങ്ങൾ വീക്ക്ലി 3 ടൈംസ് ഓടുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങളൊരു റിമൈൻഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൗണ്ടേഷൻ. ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. ചാപ്റ്റർ നമ്പർ 4, സ്ലോലി അതിനെ 2 കിലോമീറ്റർ എന്നുള്ളതിലേക്ക് എത്തിക്കുക. എനിക്ക് ഇപ്പോഴും അറിയാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ഏറ്റവും കൂടുതൽ ഞാൻ ഓടിയിട്ടുണ്ടായിരിക്കുക 2 കിലോമീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. എൻ്റെ ബോഡി അതിലേക്ക് കുറച്ചും കൂടെ ഫീസിബിളാണ്. ഈവൻ ഞാൻ കുറച്ച് ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഓടുക 2 കിലോമീറ്റർ ആണ്. അല്ലെങ്കിൽ എനിക്ക് നല്ല എനർജി ഉണ്ടെങ്കിൽ ഞാൻ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ ഓടും. എന്നാൽ ഞാൻ കുറച്ച് ടയേർഡ് ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, സ്ലോ റണ്ണാണ് എനിക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ 2 കിലോമീറ്റർ ആയിരിക്കും ഓടുക. അപ്പോൾ മേക്ക് ഇറ്റ് 2. 500 മീറ്റർ എന്നുള്ളത് സ്ലോലി, ലെറ്റ്സ് എ 2-3 മന്ത് പീരീഡിൽ നിങ്ങൾ മെല്ലെ 2 കിലോമീറ്ററിലേക്ക് എത്തിക്കുക. ദാറ്റ് ഈസ്, അത് നിങ്ങൾ കറക്റ്റായിട്ട് മുമ്പോട്ടേക്ക് പോയാൽ നിങ്ങളൊരു സ്റ്റേജിലെത്തുമ്പോൾ 2 കിലോമീറ്റർ ഓടുക എന്നുള്ളത് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻ്റ്ലി പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തും. ഏകദേശം 6.5 മിനിറ്റ് 7 മിനിറ്റൊക്കെ പേസിലാണ് നിങ്ങൾ ഓടി സ്റ്റാർട്ട് ചെയ്യണത്. എന്താണ് പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് നിങ്ങൾ ലെറ്റ്സ് ഇത്ര കിലോമീറ്റർ ഓടുന്നു, ഇത്ര സമയമാണ് എടുത്തത്. ദാറ്റ് ഈസ് ലെറ്റ്സ് 2 കിലോമീറ്റർ ഓടാൻ വേണ്ടി നിങ്ങൾ 10 മിനിറ്റ് എടുത്തു. അപ്പോൾ 1 കിലോമീറ്റർ ഓടാൻ എത്ര മിനിറ്റ് എടുത്തു? 5 മിനിറ്റ് എടുത്തു. അതാണ് നിങ്ങളുടെ ആവറേജ് പേസ്. അപ്പോൾ 1 കിലോമീറ്റർ ഓടാൻ വേണ്ടി നിങ്ങൾ ഏകദേശം എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ് ആവറേജ് പേസ്. 6.5 മിനിറ്റ് 7 മിനിറ്റിലൊക്കെ നിങ്ങൾ ഓടിയാൽ മതി. സ്ലോലി മുമ്പോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ 2 കിലോമീറ്റർ കൃത്യമായി ഓടലും 2 കിലോമീറ്റർ വൃത്തിയായിട്ട് ഓടാൻ വേണ്ടി പറ്റുക എന്നുള്ള സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തലുമാണ് ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ചാപ്റ്റർ നമ്പർ 5, ഒരൊറ്റ ചാപ്റ്ററും കൂടിയേ ഇനിയുള്ളൂ. ചാപ്റ്റർ നമ്പർ 5, ഫോളോ ക്രിയേറ്റേഴ്സ്. ഇതെനിക്ക് വളരെ വർക്കായിട്ടുള്ളൊരു ഹാക്കാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ക്രിയേറ്റേഴ്സാണ്. കം റൺ വിത്ത് അർജുൻ, 7 സിനാൻ, ഓവർലിതാനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഈ പറയുന്ന പ്രൊഫൈൽസ് ഒക്കെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് പൂജിത വിശ്വാനന്ദ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ. ഇവരൊക്കെ ആക്ച്വലി റൺ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർ അച്ചീവ് ചെയ്യുന്ന പേസ്, ഇവർ ലെറ്റ്സ് എവറി ഡേ റൺ ചെയ്യുന്നു, അവരെ സ്റ്റോറീസിൽ ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ എനിക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഒരു പിയർ ഗ്രൂപ്പ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ എനിക്ക് തോന്നും. ദാറ്റ് ഈസ് എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ഓടാൻ തുടങ്ങും, ഞാനും അതിനെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങും. അപ്പം എൻ്റെ ഓട്ടം കൺസിസ്റ്റൻ്റ് ആകാനായിട്ടുള്ള സാധ്യതകളും കൂടും. ഇത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഹാക്കാണ്. നിങ്ങൾക്ക് ആക്ച്വലി എന്തിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ കോണ്ടൻറ്റ് അവരുടെ സ്റ്റോറീസൊക്കെ നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആംഗിളിലേക്ക് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളും കൂടാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫൈനലി ചാപ്റ്റർ നമ്പർ 6, ബിൽഡ് ദാറ്റ് മസിൽ. എത്ര സമയം എടുത്തിട്ടായാലും, ചില ആളുകൾക്ക് അത് പെട്ടെന്ന് സംഭവിക്കും, ചില ആളുകൾക്ക് നല്ല സമയം എടുത്തിട്ടാണ് സംഭവിക്കുക. ബട്ട് നെവർ ഗിവ് അപ്പ്. ബിക്കോസ് ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന കോൺഫിഡൻസ്, അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന പീസ്, അത് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഫിറ്റ്നസ്, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കുള്ള അപ്രോച്ച്, ഇതൊക്കെ ശരിക്കും അടിപൊളിയാണ്. ഞാൻ ഓടാറുള്ള ആളാണ്. ഞാനിവിടെ ഞങ്ങളുടെ ബിൽഡേഴ്സ് ഹൗസ് എന്ന് പറയുന്ന കാലിക്കറ്റിൽ ഞങ്ങൾ ഈ വീട്ടിലുള്ളത്. ഇവിടെ എൻ്റെ കൂടെ ഷാമിൽ ഓടാറുണ്ട്, റാഷിദ് ഓടാറുണ്ട്, സലീൽ ഓടാറുണ്ട്, വൈഷ്ണവ് ഓടാറുണ്ട്. എല്ലാ ആൾക്കാരും ഏകദേശം ഇവിടെ ഓടുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഇതേ പാറ്റേണിലാണ് വന്നത്. എന്നാൽ ഇപ്പോൾ ശരിക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ പുഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം എല്ലാവരും ഓരോ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് അങ്ങ് ഒരു സ്ഥലമുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ട് ഓടുകയും ചെയ്യും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഐ തിങ്ക് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്ലേ ബുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ മുമ്പോട്ടേക്ക് പോകണം, ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫൈനലി ഞാനൊരു ബോണസ് ചാപ്റ്ററും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ എനിക്ക് ഇതും കൂടെ തോന്നിയത്.
കം റൺ വിത്ത് അർജുൻ എന്നുള്ള പേജ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ചാനൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാമപ്പ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കൂൾ ഡൗൺ, ദാറ്റ് ഈസ് നിങ്ങൾ ഓടുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വാമപ്പും കൂൾ ഡൗൺ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. അതർവൈസ് അത് ബോഡിക്ക് ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു ബോണസ് ആംഗിൾ വെറുതെ ആഡ് ചെയ്തിടുക എന്നുള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾ ഇന്ന് ഓടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. ദെൻ മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് ആ മസിൽ നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻസിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മേക്ക് ഷുവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഫോർ മോർ സച്ച് അടിപൊളിയായിട്ടുള്ള കോണ്ടൻറ്റ്സ്. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സോ ദാറ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്ലസ് നിങ്ങൾ 5-ലധികം ആൾക്കാരിലേക്കെങ്കിലും ഇത് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ മേക്ക് ഷുവർ ചെയ്യുക. ഓഫ് കോഴ്സ് ഈ ചാനൽ കൂടുതൽ ആൾക്കാരിലേക്കും ഗ്രോത്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് അത് ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. We'll see you in the next video.